ഈശ്വരൻ എന്ന് പേരിട്ടിരിക്കുന്ന ഒരേയൊരു ഗ്രഹമാണ് ശനി ഭഗവാൻ. ശനീശ്വരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതിനു പിന്നിലെ കഥ തിരുനള്ളാർ ക്ഷേത്രത്തിൽ നടന്നതും രസകരവുമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ശനീശ്വരൻ ഒരു കർക്കശക്കാരനായ ഒരു ചുമതലക്കാരനാണ്. ശനി സംക്രമ കാലഘട്ടത്തിൽ ആളുകൾക്ക് തിരിച്ചെടുക്കേണ്ട കർമ്മകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കൂടാതെ 7.5 ശനി കാലഘട്ടങ്ങളിലും അഷ്ടമ ശനി കാലങ്ങളിലും ശനിദശയിലും ശനി സംക്രമത്തിന്റെ മറ്റ് സമയങ്ങളിലും അവർ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ആളുകൾ ശനിയെ ഭയപ്പെടാൻ തുടങ്ങി. താമസിയാതെ അദ്ദേഹം വളരെ ജനപ്രീതിയില്ലാത്തവനാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ആളുകൾക്ക് കർമ്മപരമായ കുടിശ്ശിക തീർത്ത് തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിനാൽ ഈ വസ്തുത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. വാസ്തവത്തിൽ അവൻ വളരെ ന്യായമായ ഒരു ഗ്രഹമാണ്. തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, സനിയൈപോൽ കൊടുപ്പവനും ഇല്ലേ, സനിയൈപോൽ കെടുപ്പവനും ഇല്ലേ. അതിന്റെ വിവർത്തനം ഇതാണ്: ശനിയോളം ഉദാരതയുള്ള മറ്റൊരു ഗ്രഹമില്ല, ശനിയോളം ദോഷം വരുത്തുന്ന മറ്റൊരു ഗ്രഹവുമില്ല എന്നാണ്. ശനി അനുഗ്രഹിച്ചാൽ വാരിക്കോരി തരും, അതേപോലെ ശനിദോഷം ബാധിച്ചാൽ സകലതും നശിപ്പിക്കും. കഴിഞ്ഞ ജന്മങ്ങളിലെ നമ്മുടെ സ്വന്തം കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നമുക്ക് വരുന്ന ദോഷഫലങ്ങൾ. ജനപ്രീതിയില്ലാത്തതിൽ അസ്വസ്ഥനായ ശനി തിരുനള്ളാർ ക്ഷേത്രത്തിൽ ശിവനെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശിവൻ അദ്ദേഹത്തിന് ഈശ്വരൻ എന്ന പദവി നൽകി. അന്നുമുതൽ ശനിദേവനെ ശനീശ്വരൻ എന്ന് വിളിക്കുന്നു. ശനീശ്വരൻ പരമശിവനോട് ശക്തി നഷ്ടപ്പെട്ട ഏക ക്ഷേത്രമാണ് തിരുനള്ളാർ ക്ഷേത്രം. ശിവഭക്തനായ നള രാജാവ് ശനിദേവന്റെ ദുഷിച്ച സ്വാധീനത്തിലായിരുന്നു. തിരുനള്ളാർ ക്ഷേത്രത്തിൽ പൂജകളും പ്രാർത്ഥനകളും നടത്തിയപ്പോൾ നള രാജാവിനെ ശനിയുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിക്കാൻ ശിവൻ തീരുമാനിച്ചു. അന്നുമുതൽ ശനീശ്വരന്റെ കഠിനമായ ഫലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ശനി സംക്രമ സമയങ്ങളിൽ ആശ്വാസം ലഭിക്കാൻ രാജ്യമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. സൂര്യദേവന്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ. ശനിദേവന്റെ പ്രധാന ദിവസം ശനിയാഴ്ചയാണ്. നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും ദുഷ്ടർക്ക് ശിക്ഷകനായിട്ടാണ് ജ്യോതിഷ വിശ്വാസികൾ കരുതുന്നത്. കറുപ്പ്, നീല എന്നിവയാണ് ശനീശ്വരന്റെ ഇഷ്ടനിറം. നീല ശംഖുപുഷ്പമാണ് ശനി ഭഗവാന്റെ ഇഷ്ടപുഷ്പം. പാശ്ചാത്യ ജ്യോതിഷത്തിലും ഭാരതീയ ജ്യോതിഷത്തിലും ഒരുപോലെ ശനിയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. ശനിദോഷ ദുരിതങ്ങളിൽ നിന്നും രക്ഷക്കായി ഗണപതി, ശാസ്താവ്, ഹനുമാൻ, ഭദ്രകാളി എന്നിവരെ ശനിയാഴ്ചകളിൽ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ജ്യോതിഷ വിശ്വാസപ്രകാരം നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഈശ്വര സ്ഥാനമുള്ളയാളാണ് ശനി. അതിനാൽ ശനീശ്വരൻ എന്നറിയപ്പെടുന്നു. ശനി തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷയും സത്കർമ്മം ചെയ്യുന്നവർക്ക് ഉയർച്ചയിലേക്കുള്ള അനുഗ്രഹവും നൽകുന്നു. ഓരോ വ്യക്തിയുടെയും ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ ഇവ അനുഭവിക്കേണ്ടിവരും. കാക്കയാണ് ശനീശ്വരന്റെ വാഹനം. ശനി അനുകൂലമായി വന്നാൽ സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കും. പാണ്ഡവർക്കും നളനും അവരുടെ രാജ്യം മുമ്പത്തേക്കാളും സമൃദ്ധിയോടെ തിരിച്ചു ലഭിച്ചത് ശനീശ്വരന്റെ അനുഗ്രഹത്താൽ തന്നെയാണ്. ചെയ്തുപോയ തെറ്റുകൾക്കുള്ള ശിക്ഷ ശനിദോഷകാലത്ത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് വിശ്വാസം. ശനീശ്വരൻ ശിവഭക്തനാണ്. നവഗ്രഹങ്ങളിൽ ആയുസ്സിന്റെ കാര്യത്തിൽ ആധിപത്യം ചെലുത്തുന്നത് ശനിയാണ്. മരണം, അപകടം, രോഗം, അപമാനം, കലഹം, കടം, സാമ്പത്തിക തകർച്ച, മാനസിക പ്രശ്നങ്ങൾ, ബന്ധുവിയോഗം എന്നിവ ശനിദോഷ കാലയളവിൽ ഉണ്ടാകാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാപഗ്രഹമായ ശനി കറുത്തുമെലിഞ്ഞ നീണ്ട ശരീരവും വലിയ പല്ലും കഠിന സ്വഭാവവും പിങ്കല വർണ്ണമുള്ള കുഴിഞ്ഞ കണ്ണുകളും ഒക്കെയുള്ള ഭീകരരൂപിയായിട്ടാണ് സങ്കൽപ്പിക്കുന്നത്. പുരാണങ്ങൾ പ്രകാരം ശനി സത്യത്തിനും ശ്രദ്ധയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന സൂര്യപുത്രനാണ്. പിതാവായ സൂര്യദേവനോട് ശനീശ്വരൻ പക പുലർത്തുന്നതായാണ് വിശ്വാസം. കാരണം യമധർമ്മൻ ഛായാദേവിയോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നതു കണ്ടിട്ടും സൂര്യദേവൻ മൗനമവലംബിച്ചിരുന്നു. അമ്മയ്ക്കും വേണ്ടി ദേവേന്ദ്രനോട് പോലും പോരാടുകയും ഇത് പരിതസ്ഥിതിയിലും അമ്മയ്ക്ക് ഒപ്പം നിലകൊള്ളുകയും സർവ്വദേവന്മാരെയും അസുരന്മാരെയും ത്രിമൂർത്തിമാരെ വരെ വെല്ലുവിളിക്കാനും പോന്നവനാണ് ശനീശ്വരൻ. അതിനാലാണ് ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും ഭിന്നിച്ചു നിൽക്കുവാൻ ഇടവന്നതെന്ന് അനുമാനിക്കുന്നു. ശനിയുടെ അഹങ്കാരം തീർക്കുന്നതിനുള്ള ശക്തി ശിവനും ശിവസന്തതികൾക്കും മാത്രമാണുള്ളത്. അതിനാൽ ശനി മൂലമുള്ള ദുരിതങ്ങളിൽ നിന്നും രക്ഷക്കായി മഹാഗണപതി, ധർമ്മശാസ്താവ്, ഹനുമാൻ, ഭദ്രകാളി, മഹാദേവൻ അഥവാ ഭൈരവൻ എന്നിവരെ ശനിയാഴ്ചകളിൽ ആരാധിക്കാറുണ്ട്. ഗണേശ ഭക്തരെ ശനി ബാധിക്കില്ലെന്നാണ് വിശ്വാസം. തന്നെ ബാധിക്കാൻ ശ്രമിച്ച ശനിയെ നാളെ ആകട്ടെ എന്നും പറഞ്ഞു ഗണപതി ബുദ്ധിപൂർവ്വം അകറ്റിയതായി ഒരു കഥയുണ്ട്. അതിനാൽ ശനിയാഴ്ച നടത്തുന്ന ഗണപതി ദർശനം ശനിദോഷഹരമെന്നു വിശ്വസിക്കപ്പെടുന്നു. ശനിയുടെ ഈശ്വരനായി ധർമ്മശാസ്താവിനെ സങ്കൽപ്പിച്ചു വരുന്നു. അതിനാൽ ശാസ്താക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച വിശേഷ ദിവസമാണ്. തന്നെ ബാധിക്കാൻ ശ്രമിച്ച ശനിയുടെ അഹങ്കാരത്തെ ഭക്ത ഹനുമാൻ ശമിപ്പിച്ചതായും ഒരിക്കൽ രാവണനാൽ ബന്ധിക്കപ്പെട്ട ശനിയെ ഹനുമാൻ മോചിപ്പിച്ചതായും രാമായണം പറയുന്നു. അതിനാൽ ഹനുമത് ഭക്തരെ ശനിദോഷ ദുരിതങ്ങൾ ബാധിക്കില്ലെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇക്കാരണത്താലാണ് ആഞ്ജനേയ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച വിശേഷമായി കണക്കാക്കുന്നത്. പരാശക്തി ഉപാസകർ ശനിയുടെ അധിപയായി ശ്രീ ഭദ്രകാളിയെ സങ്കൽപ്പിക്കാറുണ്ട്. ദശമഹാവിദ്യകളിൽ ശനിയുടെ നിയന്ത്രണ ദൈവം കാളിയാണ്. ഒരിക്കൽ തന്റെ ഭക്തരെ ദ്രോഹിച്ച ശനിയെ വധിക്കാൻ ഭദ്രകാളി പുറപ്പെട്ടതായും ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു കാളിയെ അനുനയിപ്പിച്ചതായും ഐതിഹ്യമുണ്ട്. അതിനാൽ ശനിയാഴ്ച നടത്തുന്ന ഭദ്രകാളി ദർശനം ശനിദോഷ ദുരിതങ്ങളിൽ നിന്നും ആശ്വാസമേകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശനിയുടെ മറ്റൊരു ഈശ്വരനായ കാലഭൈരവൻ കടുത്ത ശനിദോഷങ്ങളെ നിയന്ത്രിക്കുന്ന പ്രചണ്ഡമായ ശിവരൂപമാണ്.
കാശിയിലെ കാലഭൈരവ ദർശനം അതിവിശേഷമാണ്. നക്ഷത്രങ്ങളിൽ പൂയം, അനിഴം, ഊത്രട്ടാതി എന്നിവയും, പൂക്കളിൽ കരിങ്കൂവളവും രത്നങ്ങളിൽ നീലവൈഡൂര്യവും നവധാന്യങ്ങളിൽ എള്ളും തൈലങ്ങളിൽ നവഗ്രഹ തൈലവും ശനീശ്വരൻ ഇഷ്ടപ്പെടുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരനെ പ്രത്യേകമായി പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെ നല്ലതാണ്. ശനി ഗ്രഹദോഷം അനുഭവിക്കുന്നവർ ശനിദോഷപരിഹാര മന്ത്രം ചൊല്ലുന്നതും എള്ളുതിരി കത്തിക്കുന്നതും ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം ശനിദോഷം മാറാൻ വളരെ നല്ലതാണ്. ജ്യോതിഷ വിശ്വാസപ്രകാരം മനുഷ്യജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണവും ദുഃഖം നിറഞ്ഞതും ആപൽക്കരവുമായ സമയമാണ് ശനിദോഷ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഒരു മനുഷ്യായുസ്സിന്റെ പകുതിയിലധികവും പാപഗ്രഹമായ ശനിയുടെ പിടിയിലാണ്. ശനി അനിഷ്ട സ്ഥാനത്താണെങ്കില് സർവകാര്യ പരാജയവും കടവും നാശവുമാണ് ഫലം. ഏഴരശനി, കണ്ടകശനി, ശനിദശ മറ്റ് ദശാസന്ധികളിലെ അപഹാരം തുടങ്ങിയ കാലയളവിൽ ദോഷങ്ങൾക്കിടവരുന്നു. അപമാനം, അപകടം, രോഗം, സാമ്പത്തിക തകർച്ച, തൊഴിൽ നഷ്ടം, ഭയം, ദാരിദ്ര്യം, കലഹം, അകാല മരണം, ബന്ധുജന വിയോഗം എന്നിവ ഇതിന്റെ ഫലമായി ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുജ്ജന്മത്തിലെ ജീവിതത്തെ ആശ്രയിച്ചായിരിക്കും ശനി ദശയിലുണ്ടാകുന്ന അനുഭവങ്ങൾ എന്നാണ് പറയാറുള്ളത്. നല്ല പ്രവൃത്തികളും ഭഗവത് ഭജനവും ചെയ്യുക വഴി മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ആനുകൂല്യമോ ദൃഷ്ടിയോ പോലുള്ള ദൈവാധീനം ഉണ്ടാവുകയോ ചെയ്താലേ ശനി ദശയുടെ കാഠിന്യം കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. പൊതുവെ എല്ലാവർക്കും ഭയമുള്ള ദശയാണ് ശനി. ശനിയിലെ ജന്മത്തിൽ ശനി അതികഠിനം തന്നെയാണ്. ശനിയിൽ നിന്നും രക്ഷ നൽകാൻ ശിവനും ശിവസന്തതികൾക്കും മാത്രമാണ് സാധിക്കുക എന്നാണ് ജ്യോതിഷ വിശ്വാസം. അതിനാൽ ഈ ദുരിതത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ശബരിമല ദർശനം വിശേഷമാണെന്ന് ജ്യോതിഷികൾ ഉപദേശിക്കാറുണ്ട്. അതികഠിനമായ ശനിയെ ഇല്ലാതാക്കുവാന് വൃദ്ധജനങ്ങളെ സഹായിക്കൽ, പ്രായമായ മാതാപിതാക്കളെ സേവിക്കൽ, ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാജനം തെളിയിക്കൽ, ഹനുമാന് വെറ്റില മാല, ശനിയാഴ്ച ഭദ്രകാളി ഭജനം എന്നിവ വിശേഷമാണ്. ശനിയാഴ്ച ദിനത്തിൽ ഉപവാസം അനുഷ്ഠിച്ചു ക്ഷേത്രദർശനം നടത്തി വൃദ്ധർക്കും കാക്കക്കും ഭക്ഷണവും നൽകി 12 ആഴ്ചവ്രതം അനുഷ്ഠിച്ചാൽ ശനിദോഷത്തിന് കുറവുണ്ടാവും. കലിയുഗ വരദനാണ് ശ്രീ ധർമ്മശാസ്താവ്. ജ്യോതിഷപ്രകാരം ശനിയുടെ അധിപനാണ് ശാസ്താവ്. അയ്യപ്പ ക്ഷേത്രങ്ങളിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലും വിശേഷ ദിവസവും ശനിയാഴ്ച തന്നെയാണ്. ശനീശ്വരൻ, ശിവൻ, ശാസ്താവ്, ഗണപതി, ഭദ്രകാളി, ഹനുമാൻ, കാലഭൈരവൻ എന്നിവരെ പൂജിച്ച് ആരാധിച്ച് തൃപ്തിപ്പെടുത്തിയാൽ ശനിദോഷമെല്ലാം അകലുകയും സൗഖ്യം വന്നുചേരുകയും ചെയ്യും. കരിക്ക് അഭിഷേകം ദുരിതശാന്തിക്കും ആരോഗ്യവർദ്ധനവിനും ഉത്തമമാണ്. വ്രതദിനങ്ങളിലെ നെയ്യഭിഷേകം നടത്തിയാൽ പാപശാന്തിക്ക് ഉത്തമമാണ്. ഭസ്മാഭിഷേകം ചെയ്യുന്നത് വിദ്യാവിജയത്തിനും വിഘ്നനിവാരണത്തിനും ത്വക്ക് രോഗശാന്തിക്കും നന്ന്. എള്ളുപായസം അയ്യപ്പസ്വാമിയുടെ ഉത്തമ നിവേദ്യമാണ്. അഭീഷ്ടസിദ്ധി, പാപശാന്തി എന്നിവയ്ക്കെല്ലാം അത് ഉത്തമം തന്നെയാണ്. എള്ളുതിരി കത്തിക്കലും നീലശങ്കു പുഷ്പാർച്ചനയും ശനിദോഷ നിവാരണത്തിന് വിശേഷമാണ്. ഗ്രഹനിലയിൽ ശനി അനിഷ്ട സ്ഥാനങ്ങളിലുള്ളവരും കണ്ടകശനി, ഏഴരശനി മുതലായ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്കും ശനിദോഷ ശാന്തി പൂജ നടത്തുന്നത് കൂടുതൽ പ്രയോജനം ചെയ്യും. ശനിയാഴ്ചകളിലോ പക്ക പിറന്നാളുകളിലോ ആണ് ശനീശ്വര ശാന്തി പൂജ നടത്തേണ്ടത്. ശാസ്താവിനു നീരാഞ്ജനവും എള്ള് പായസവും അതുപോലെ ശനി ഭഗവാന് ശനീശ്വര പൂജയുമാണ് ഇത്തരക്കാർ നടത്തേണ്ടത്. ശനീശ്വര മന്ത്രം ജപിക്കുന്നതും ശനിയാഴ്ച വ്രതം നോൽക്കുകയും ഉത്തമമാണ്. പരമശിവൻ കാളകുടം ഭക്ഷിച്ചത് ഒരു ശനിയാഴ്ചയാണ്. അദ്ദേഹം ആനന്ദ താണ്ഡവമാടിയ ത്രയോദശിയും ചേർന്ന് വരുന്ന പുണ്യദിനമാണ് മഹാപ്രദോഷം. ശനിയാഴ്ചകളിൽ വരുന്ന മഹാപ്രദോഷ ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വണങ്ങിയാൽ സർവ്വ ആപത്തുകളും അകലുമെന്നാണ് വിശ്വാസം. തുടർച്ചയായി 2 ശനിപ്രദോഷങ്ങൾ അനുഷ്ഠിച്ചാൽ അർദ്ധനാരീശ്വര പ്രദോഷം എന്നു പറയുന്നു. ഈശ്വരനും ഭഗവതിയും ചേർന്ന് അർദ്ധനാരീശ്വരരായിട്ടുള്ളതിനാൽ വേർപിരിഞ്ഞ ദമ്പതികൾ ഇണങ്ങിച്ചേരുമെന്നും വിവാഹതടസ്സങ്ങൾ നീങ്ങുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. ആത്മീയത കൈവരിക്കണമെങ്കിൽ ശനീശ്വരൻ അനുഗ്രഹിക്കണം. സകല ദൈവ അനുഗ്രഹങ്ങൾക്കും ശനീശ്വര ദയാദാക്ഷിണ്യം ഉണ്ടായാലേ സാധ്യമാകൂ. മനുഷ്യനായാലും ഈശ്വരനായാലും ശനി ബാധിക്കേണ്ട സമയത്ത് ബാധിച്ചിരിക്കും. അത് തടയുക എന്നത് അസാധ്യമാണ്. ശിവനെ ബാധിച്ച ശനിയുടെ കഥ ഇപ്രകാരമാണ്. ശനി ബാധിക്കാൻ പോകുകയാണ് എന്ന് മനസ്സിലായ ശിവഭഗവാൻ ഒളിച്ചിരുന്നു എന്നാണ് പുരാണം. ശനിബാധയിൽ നിന്ന് ഒഴിവാകാൻ ശിവൻ ഒളിച്ചിരുന്നു. ശനിദോഷ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ശിവൻ തന്റെ പുത്രനായ ജ്യോതിശാസ്ത്രത്തിന്റെ അധികാരിയുമായ സുബ്രഹ്മണ്യനോട് ഇപ്രകാരം ചോദിച്ചു. ഒളിച്ചിരുന്നപ്പോൾ തനിക്കു എന്താണ് ശനി ബാധിക്കാതിരുന്നത്? സുബ്രഹ്മണ്യസ്വാമി ഇപ്രകാരം പറഞ്ഞു. ശനിഗ്രഹദോഷം ബാധിച്ചത് കൊണ്ടാണ് കൈലാസത്തിൽ വാഴേണ്ട അങ്ങ് ശനിഗ്രഹദോഷം മാറുന്നത് വരെ ഒളിവിൽ കഴിയേണ്ടതായി വന്നത്. അതുകൊണ്ടാണ് ശനിഗ്രഹദോഷം അനുഭവിക്കുന്നവർ ശനിഗ്രഹദോഷ പരിഹാര മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ് എന്ന് പറയാനുള്ള കാരണം.